നമസ്കാരം. സ്മിസ്റ്റിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. അപ്പോൾ ഇന്ന് വിഷു ആണ്. എല്ലാ കൂട്ടുകാർക്കും, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ വിഷു ആശംസകൾ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോംബോ ആയിട്ടൊന്നുമല്ല, ഒത്തിരി ഔട്ട്ഡോർ പ്ലാന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഞാൻ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. അവസാനത്തിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒത്തിരി പേരത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ പ്ലാന്റ്സുകൾ വിടുന്നത് മണ്ണിലുള്ള പ്ലാന്റ്സുകളാണെങ്കിൽ മണ്ണ് ഫുള്ള് മാറ്റിയിട്ടായിരിക്കും വിടുക. കൊക്കോപീറ്റിലുള്ളതാണെങ്കിൽ കുറച്ച് കൊക്കോപീറ്റ് മാറ്റിയിട്ടായിരിക്കും വിടുക. പോട്ടുകൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുക. അയച്ചിട്ട് വിതിൻ 2 days നിങ്ങൾക്ക് എവിടെയും പ്ലാന്റ്സുകൾ, കേരളത്തിൽ എവിടെയും പ്ലാന്റ്സുകൾ കിട്ടുന്നുണ്ട്. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ 3-ാമത്തെ ദിവസങ്ങളിലൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് പ്ലാന്റ്സുകളൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം നമ്മൾ ട്രാക്കിംഗ് ID സംഭവങ്ങളൊക്കെ ഇട്ട് തരും. അപ്പോൾ ഈ ട്രാക്കിംഗ് ID ഒക്കെ തരുന്നത് ഒന്ന് പ്ലാന്റ്സുകൾ എവിടെ എത്തി ഒന്ന് എന്നൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിറ്റേ ദിവസം കിട്ടുന്ന കേസിൽ അതൊന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ വരുമ്പോൾ 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്ക് എവിടെ നിങ്ങളുടെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാക്കിംഗ് ID ഒക്കെ ഇട്ട് തരുന്നത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് പ്ലാന്റ്സിനൊക്കെ ക്യാഷ് ഒക്കെ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന പ്ലാന്റ്സുകളാണല്ലോ. അപ്പോൾ തൊട്ടടുത്തുള്ള സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് അവരെ കൊണ്ടുവന്ന് തന്നിട്ടില്ലെങ്കിൽ ചെന്ന് വാങ്ങിക്കാനുള്ള ഒരു നല്ല മനസ്സൊക്കെ കാണിക്കണം കേട്ടോ. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ പ്ലാന്റ് കിട്ടിയില്ല എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്കും അതൊരു ഭയങ്കര വിഷമമാണ്. കാരണം അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കാണ്, ഇവർ വിളിച്ചിട്ട് കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒത്തിരി കേസുകൾ വരുന്നുണ്ട്. എന്നാലും പ്ലാന്റ്സുകൾ ചീത്തയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ ഭയങ്കര സന്തോഷം നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുമ്പോൾ നിങ്ങൾ പ്ലാന്റ്സുകൾ എവിടെ എത്തിയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. എൻ്റെ മാത്രം ഒരു ഉത്തരവാദിത്തമായിട്ട് അത് എടുക്കരുത് കേട്ടോ. അത് കുറേ പേർക്കെങ്കിലും അത് അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ആദ്യം തന്നെ അത് പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പ്ലാന്റ്സുകൾ കാണാം. കുറച്ച് അധികം പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒത്തിരി പേര് ചോദിക്കുന്നതാണല്ലോ, ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഔട്ട്ഡോർ കൊണ്ടുവരണമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റ്സുകൾ അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തേക്ക് തന്നെ വേഗം നമുക്ക് കണ്ടുപോകാം. ചെറിയൊരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഇത് നമ്മുടെ കാസിയ ബിഫ്ലോറ എന്ന് പറയുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. ഇങ്ങനെ ഒരു യെല്ലോ ഫ്ലവർ ഉണ്ടാവുന്നതാണ് കേട്ടോ. അപ്പം എല്ലാത്തിലും ഇപ്പം നമ്മൾ കാണിക്കുന്ന പ്ലാന്റുകളൊക്കെ എല്ലാത്തിലും ഫ്ലവർ ഉണ്ടാവണം എന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ഒരു കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്ലവർ ഉള്ളത് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. എല്ലാത്തിലും ഫ്ലവർ ചിലപ്പോൾ ഉണ്ടാവുന്നതില്ല. ഇതെല്ലാം ഇപ്പോൾ കാണിക്കുന്നതെല്ലാം മണ്ണിലാണ് കേട്ടോ വരുന്നത്. കവറിലാണ്, മണ്ണിലാണ് വരുന്നത്. അപ്പം നമ്മൾ മണ്ണ് മാക്സിമം മാറ്റിയിട്ട് തന്നെയായിരിക്കും കേട്ടോ വിടുന്നത്. ഈ ഔട്ട്ഡോർ പ്ലാന്റ്സ് മെയിനായിട്ടും കവറിലാണ് വരുന്നതെന്ന് അറിയാലോ, മിക്കവർക്കും അറിയാലോ. അപ്പം അങ്ങനെയുള്ള പ്ലാന്റാണ്. ഈ ഒരു പരുവത്തിലൊക്കെയുള്ള പ്ലാന്റാണ് കേട്ടോ. രണ്ടാമത് കാണിക്കുന്നത് ഇതാണ് വയലറ്റ് ജാസ്മിൻ എന്ന് പറഞ്ഞിട്ട്. ഇത് ഒട്ടുമിക്കയിലും തന്നെ ഫ്ലവർ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വന്നേക്കണതിൽ എല്ലാത്തിനും തന്നെ ഫ്ലവർ കാണുന്നുണ്ട്. പിന്നെ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ പാക്കറ്റിലൊക്കെ അത് കൊഴിഞ്ഞൊക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. ഇത് മണ്ണിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ മാഞ്ചിവില്ലയാണ്. മാഞ്ചിവില്ല യെല്ലോ. നമ്മൾ മാറ്റിവില്ല വൈറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പ്, റെഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുള്ളത് ഇതാണ്. നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ. വലിയ കവറിൽ വലിയ പ്ലാന്റ് ആണ്. നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. എല്ലാത്തിനും ഫ്ലവർ ഇല്ല കേട്ടോ. മൊട്ടും അങ്ങനെയൊക്കെയുള്ള പരുവത്തിലാണ്. ക്രീപ്പറാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യണം കേട്ടോ. അടുത്തത് പെട്രിയ വൈൻ ആണ്. പെട്രിയ വൈൻ അല്ലെങ്കിൽ നമ്മൾ സാൻഡ് പേപ്പർ വൈൻ എന്ന് പറയും. സാൻഡ് പേപ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇല തന്നെ കണ്ട് സാൻഡ് പേപ്പർ പോലെയാണ്. നല്ല ഒരു എന്താ പറയുക, ഭയങ്കര റഫായിട്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പേര് വരുന്നത് കേട്ടോ. വയലറ്റ് കളറാണ് ഇത് വരുന്നത്. വലിയ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത്. നമ്മളിതിന് മുമ്പ് ഈ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെറിയ പ്ലാന്റ് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. ഇതിപ്പോൾ വലിയ പ്ലാന്റ് ആണ്. ഇനിയിപ്പോൾ ഇത് മിക്കതിലും തന്നെ ഇങ്ങനെ ഇത് വന്നിട്ടുണ്ട്. എന്താ പറയുക, അതിൻ്റെ വള്ളി പോലെയൊക്കെ ഇതേപോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഏറ്റവും ചെറിയൊരു പ്ലാന്റ് കാണിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയൊക്കെ വെച്ചിട്ടായിരിക്കും വിടുക കേട്ടോ. ഇതിങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് റേറ്റിലും വ്യത്യാസം ഉണ്ടാകുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റേറ്റ് കുറഞ്ഞ പ്ലാന്റ് ആയിരുന്നു, ചെറിയ പ്ലാന്റാണ് വന്നിരുന്നത്. ഇത് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല വലിയ കവറിലും കൂടെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത്രയും ഇങ്ങനെയൊക്കെ വേരുകളൊക്കെ വന്ന് നല്ല വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല പ്ലാന്റാണ്. പിന്നെ ഒരു പ്ലാന്റ് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്നതാണ്. ഫൈക്കസ് വെറൈറ്റിയാണ്. ഫൈക്കസ് ട്രയാങ്കുലാരിസ് എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് ഇതിൻ്റെ ഇല വന്നിരിക്കുന്നത്. വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഫൈക്കസ് ട്രയാങ്കുലാരിസ് വേരിഗേറ്റഡ് എന്നാണ് കേട്ടോ ഒറിജിനൽ പേര് ഇതിൻ്റെ വരുന്നത്. ഇത് നല്ല രസമാണ്. നമുക്ക് ഔട്ട്ഡോറിലൊക്കെ കുറച്ച് ആദ്യം തന്നെ നമ്മൾ നടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് വെയിലത്തേക്കൊക്കെ വെക്കുക കേട്ടോ. നിലത്ത് നട്ടുമെന്ന് വെച്ചും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഈ കാണിച്ച എല്ലാ പ്ലാന്റുകളും നമുക്ക് നിലത്ത് നടാവുന്ന പ്ലാന്റുകൾ തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നല്ല ഭംഗിയിൽ നമ്മൾ വെയിലുള്ളിടത്തൊക്കെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ വെയിൽ
ഉടനെ തന്നെ വെയിലത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കരിച്ചിൽ വരും. അപ്പോൾ നമ്മളൊരു ഷെയ്ഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളുടെ ആ കാലാവസ്ഥയൊക്കെ ഓക്കെ ആയതിന് ശേഷം ഷെയ്ഡൊക്കെ മാറ്റി നല്ല ഭംഗിയിലാക്കി എടുക്കാവുന്നതാണ്. പിന്നെ അതാ ഇത് നമ്മളുടെ മെലസ്റ്റോമയാണ്. മെലസ്റ്റോമ അതാ ഈ ഒരു കളറ്. ഇതിൽ തന്നെ ഒരു 3 കളറായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതിൻ്റെ ഒരു ലൈറ്റ് കളറും വേറെ പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. അത് മിക്സ് ചെയ്താൽ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ നമ്മുടെ മെലസ്റ്റോമയുടെ തന്നെ 3 കളറ് അതിലുണ്ടായിരിക്കും കേട്ടോ. നമുക്ക് ഒരു പ്ലാന്റിലല്ല കേട്ടോ, പല പല പ്ലാന്റുകൾ. അപ്പോൾ എനിക്ക് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഏകദേശം ഈ ഒരു കളറിലൊക്കെയാണ് മെയിനായിട്ടും വന്നേക്കുന്നത്, മൊട്ടുകളുള്ളത്. പിന്നെ അതിൽ ഒരു ചെറിയ ഷെയ്ഡ് വ്യത്യാസമുള്ളതും അതിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ മിക്സ് ചെയ്തായിരിക്കും വരിക എന്നുള്ളൊരു കാര്യം ചിലപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ. ഇത് വൈറ്റ് ആണ്. ഇത് ചെറിയൊരു പ്ലാന്റാണ് ഞാൻ വെച്ചത്. ഇതിനേക്കാൾ വലിയ പ്ലാന്റുകളാണ് കേട്ടോ നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ചെറിയ പ്ലാന്റിൽ പൂവുണ്ടായിരുന്നു കാരണം അത് ഞാൻ വെച്ചതാണ് പൂ കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ മെലസ്റ്റോമ തന്നെ വൈറ്റ് ആണ്. അത് ചെറിയ പ്ലാന്റാണ് വൈറ്റ് വരുന്നത്. പിന്നെ ഉള്ളത് റബ്ബർ പ്ലാന്റ് ആണ്. റബ്ബർ പ്ലാന്റിന്റെ വേരിഗേറ്റഡ് വെറൈറ്റി ഈ ഒരു കളർ നമ്മളൊരു കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പ്ലാന്റ് നമുക്ക് സ്റ്റോക്കിലില്ല, അതുകൊണ്ട് തന്നെ കോംബോ ഇപ്പം ഇല്ല കേട്ടോ. ഇതാണ് ഉള്ളത്. ഈ ഒരു കളറാണ്, ഒരു ക്രീമും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള ഒരു കളർ. ഇത് തന്നെ വേറൊരു കളർ യെല്ലോയും ഒരു പച്ചയും കൂടെ ചേർന്നിട്ടുള്ള റബ്ബർ പ്ലാന്റിന്റെ കോംബോ, റബ്ബർ പ്ലാന്റിന്റെ ഒരു വെറൈറ്റി. ഇങ്ങനെ ഇതിൻ്റെ ഒരു ഓറഞ്ച് ഷെയ്ഡിൻ്റെ ആയിരുന്നു നമ്മൾ ആ ഒരു കോംബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ അല്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബിഗോണിയ. ഇങ്ങനത്തെ കെയിൻ ബിഗോണിയ. അതിൻ്റെ ഒരു റോസ് കളർ പൂവാണ്. അപ്പോൾ പൂ ഇപ്പോൾ വന്നപ്പോൾ കൊഴിഞ്ഞു പോയി. ഇങ്ങനെ പൂക്കൾ ഉണ്ടായിരുന്നു കേട്ടോ, പൂ കൊഴിഞ്ഞു പോയി. നല്ല രസമാണ് കാണാനായിട്ട്. അതിൻ്റെ ഇല ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഫുൾ പോട്ടാണ് വരുന്നത്. അപ്പം ഈ കാണുന്നതെല്ലാം നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിടെ ഇത് ബ്ലാക്ക് സീസി ഇങ്ങനെയുള്ളൊരു പോട്ടിൽ വന്നിട്ടുണ്ട്. നമുക്കിതിലും വലിയ പോട്ടുകളാണ് വരാറുള്ളത്. ഇപ്പം ഈ ഒരു സൈസിലുള്ള പോട്ടുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ 270 ആണ് റേറ്റ് വരുന്നത്. ഇങ്ങനെ പിന്നെ ഉള്ളത് ഇത് നമ്മളുടെ സിസി പ്ലാന്റിൻ്റെ ഡ്വാർഫ് വെറൈറ്റി. ഇങ്ങനെയുള്ള പോട്ടുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് കുറച്ചും കൂടെ വലിയ പോട്ടാണ്. ഇങ്ങനെ സിസി പ്ലാന്റ് ഒക്കെ അറിയാലോ, ലീഫ് പ്രൊപ്പഗേഷൻ ആണ് കേട്ടോ മെയിനായിട്ടും വരുന്നത്. അതിൻ്റെ ലീഫുകളാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത ലീഫുകളാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ സാധാരണ സിസി പ്ലാന്റ്, നമ്മുടെ നോർമൽ സിസി ഗ്രീൻ കളർ. പിന്നെ ഉള്ളത് ഇത് ഹോമിലോമിന ഗോൾഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊരു ജിഫിയിലാണ് വന്നിരിക്കുന്നത്. മണ്ണ് മാറ്റിയിട്ടായിരിക്കും വിടുക കേട്ടോ. ഇതൊക്കെ കൊക്കോപീറ്റോട് ചേർന്നിട്ടുള്ള ഒരു പോട്ട് മിക്സാണ് വന്നിരിക്കുന്നത്. ഇത് കൊക്കോപീറ്റ് മാത്രമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ സഫ്ലോറ മിനിയേച്ചർ വെറൈറ്റി ഒരു പോട്ടിൽ 2 എണ്ണമാണ് വരുന്നത്. ഇങ്ങനെ ഒരു സൈസിലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയിൽ നമുക്ക് ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാവുന്ന വെറൈറ്റികളാണ്. പിന്നെ ഇനി അഗ്ലോണിമ വെറൈറ്റികൾ കാണിക്കുന്നത് കേട്ടോ. അഗ്ലോണിമ ഇത് ഫുൾ പോട്ട് വന്നിരിക്കുന്നത്, നാരോ ലീഫ് വൈറ്റ് സ്റ്റെം ആയിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് അതൊക്കെ സെലക്ട് ചെയ്യാം. പിന്നെ ഇത് വന്നിരിക്കുന്നത് നമ്മളുടെ അഗ്ലോണിമ സൂപ്പർ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു നല്ല വൈറ്റ് ഷെയ്ഡിലേക്ക് വന്നോളൂ കേട്ടോ. ഒരു പോട്ടിൽ 2 പ്ലാന്റാണ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് മാറ്റി നടണമെങ്കിൽ അങ്ങനെ നടാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ സ്റ്റാർ ഡസ്റ്റ്, നല്ല കളറായിട്ടുള്ള സ്റ്റാർ ഡസ്റ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇത് വന്നപ്പോൾ കളർ കുറവായിരുന്നു. ഞാൻ എന്നിട്ട് വേറെ പോട്ടിലേക്കൊക്കെ മാറ്റി ഇതിപ്പോൾ നല്ല കളറായിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കളർ വരുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പം കളർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെയിലിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ചിലതിലൊക്കെ ബേബി പ്ലാന്റുകളൊക്കെ ആയിട്ടോ വരുന്നത്. ഇത് നമ്മുടെ അഗ്ലോണിമയുടെ തന്നെ കോബ്ര എന്ന് പറയുന്ന വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു പോട്ടിൽ 2 എണ്ണമാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സൈസിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയിൽ നല്ല ഒരു റൗണ്ട് ഷേപ്പിലെ ഇലകളൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനാണ് കേട്ടോ ഉള്ളതാണ്. പിന്നെ പേൾ ഓഫ് മെലോ ഇങ്ങനെ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത്. ചിലതിലൊക്കെ ബേബി പ്ലാന്റ് ഉണ്ട്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നതിൽ എല്ലാത്തിലും തന്നെ ബേബി പ്ലാന്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ചിലതിൽ 4ഉം 5ഉം ബേബി പ്ലാന്റ് കിട്ടിയേക്കണവരൊക്കെ ഉണ്ട്. ഒത്തിരി സന്തോഷത്തോടെ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ അത്രയും ബേബി പ്ലാന്റ് ഇതിൽ വന്നിട്ടില്ല. ചിലതിൽ മാത്രമാണ് ബേബി പ്ലാന്റ് വരുന്നത് കേട്ടോ. ഇതിലിപ്പോൾ ബേബി പ്ലാന്റ് ഇല്ലാത്തത് തന്നെയാണ്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കളറ് ഷെയ്ഡ് മാറി വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ. ഇത് ബ്യൂട്ടിയാണ്. ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത്, അഗ്ലോണിമ ബ്യൂട്ടി. പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഫേൺ വെറൈറ്റിയാണ്. ഒത്തിരി പേര് ഫേൺ വെറൈറ്റികളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫേൺ വെറൈറ്റികളൊക്കെ നട്ട് കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അതിൽ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ബോസ്റ്റൺ ഫേൺ എന്നൊക്കെ പറയുന്ന ആ ഒരു വെറൈറ്റിയാണ് വരുന്നത് കേട്ടോ. എല്ലാത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് ഇപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് കൊക്കോപീറ്റിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത്
അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് മാറ്റി മാറ്റി വേറെ പോട്ടുകളിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലാന്റുകളാക്കി, ചെറിയ പ്ലാന്റ് മതി, അത് വേറെ വേഗം വേഗം നമുക്ക് കൊക്കോ ചിപ്സും കൊക്കോ പീറ്റൊക്കെ ചേർന്നിട്ടുള്ള ഒരു പോട്ട് മിക്സിലാണെങ്കിൽ വേഗം തന്നെ വളർന്നു വന്നോളും. മഴയത്തേക്ക് എടുത്ത് വെക്കാം കേട്ടോ. മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്. ഇതിൻ്റെ ഏരിയൽ റൂട്ടൊക്കെ ഇങ്ങനെ ഫോം ചെയ്ത് ഇങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ തൈകൾ വരുന്നത്. അപ്പം അങ്ങനെ ഈ ഏരിയൽ റൂട്ടൊക്കെ അങ്ങനെ നിലത്തേക്ക് വരാൻ പാകത്തിനൊക്കെ ഇങ്ങനെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നിലത്തേക്കൂടെ ഓടിയിട്ട് നിറച്ച് തൈകളായിക്കോളും. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ വെക്കുക കേട്ടോ. ഇതിപ്പോൾ ജിഫിയിലൊക്കെയാണ് വന്നേക്കുന്നത്. നമ്മൾ കുറച്ച് കൊക്കോ പീറ്റൊക്കെ കൂടിയിട്ടായിരിക്കും വിടുക കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ ഒരു ഫെൻ വെറൈറ്റി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഫുൾ പോട്ട് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് കോട്ടൺ ക്യാൻഡി എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഐഡിയ വന്നേക്കുന്നത്. പക്ഷേ കറക്റ്റ് കോട്ടൺ ക്യാൻഡി ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനിയിപ്പോൾ വളർന്നു വരുമ്പോൾ അങ്ങനെ വരുമോ എന്ന് അറിയത്തില്ല. ദാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ക്യാൻഡി കുറച്ചും കൂടെ ഒരു എന്താ പറയുക, കോട്ടൺ ക്യാൻഡി പോലെ ഇരിക്കുന്ന ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരുന്ന പ്ലാന്റാണ്. അത്രയ്ക്ക് സോഫ്റ്റ് അല്ല വരുന്നത്. പക്ഷേ ഇനി ചെറുതായിട്ട് ഈ ഉള്ളിൽ നിന്ന് വരുന്നത് അങ്ങനെ തോന്നണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് കോട്ടൺ ക്യാൻഡി തന്നെയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല കേട്ടോ. ചിലപ്പോൾ മാറ്റി നടുമ്പോഴത്തേക്കും നമ്മുടെ കാലാവസ്ഥയിലേക്കൊക്കെ ആകുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളും. നമ്മൾ കോട്ടൺ ക്യാൻഡി നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ കോട്ടൺ ക്യാൻഡിയുടെ എന്ന് പറഞ്ഞാൽ ചെറിയ 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 തൈകളായിരിക്കും. പക്ഷെ അതുപോലെയല്ല ഇത് തോന്നുന്നത് കേട്ടോ. പക്ഷെ അടിഭാഗമൊക്കെ കണ്ടിട്ട് അങ്ങനെയുണ്ട്. ചെറിയൊരു കരിച്ചിലുണ്ടായിരിക്കും കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ ക്യാൻഡി ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഒരു ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും ഓക്കെ ആയിക്കോളൂ കേട്ടോ. മാറ്റി മാറ്റി നിങ്ങൾക്ക് നടാവുന്നതാണ്. പിന്നെ വന്നേക്കുന്നത് ബട്ടൺ ഫേനാണ്. ബട്ടൺ ഫേൻ മണ്ണിലാണ് വന്നേക്കുന്നത് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതാ ഇത് പെട്ടെന്ന് തന്നെ തൈകളായിക്കോളൂ കേട്ടോ. ഇത് നമുക്ക് ഇത്രയും ഇങ്ങനെ തന്നെ നട്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഇത്രയും ഭാഗങ്ങൾ മുറിച്ച് കളഞ്ഞിട്ട് ചെറിയ ചെറിയ അടർത്തി നമുക്ക് മാറ്റി നടാവുന്നതാണ്. ഓരോ പോട്ടിലേക്ക് ആക്കി നട്ട് കഴിഞ്ഞാൽ മഴക്കാലമാകുമ്പോഴത്തേക്കും ധാരാളം തൈകളായിക്കോളും. നല്ല ഭംഗിയായിട്ട് കുറച്ച് വെയിലൊക്കെ കൊണ്ടാലും പ്രശ്നമില്ലാത്ത ഒരു വെറൈറ്റിയാണ് ഈ ബട്ടൺ ഫേൻ കേട്ടോ. നല്ലൊരു ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എത്രയൊക്കെയാണ് കാണിക്കാനുള്ളത്. പിന്നെ ഇനിയും പ്ലാന്റ്സുകൾ വേറെ ഉണ്ട്. അത് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ കാറ്റലോഗ് എടുക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് തന്നാൽ മതി. ഞാൻ കാറ്റലോഗ് തരാൻ പറഞ്ഞിട്ട് മെസ്സേജ് തന്നാൽ മതി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് അഡീനിയം പ്ലാന്റ്സ് കുറച്ച് സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 8 വെറൈറ്റികളാണ് സ്റ്റോക്കിൽ വന്നിരുന്നത്. ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിക്കാത്തത് കുറച്ച് മാത്രമേ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ കണ്ട് ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും കേട്ടോ. അത് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക. പിന്നെ കഴിഞ്ഞ ആഴ്ചയിൽ അഡീനിയം പ്ലാന്റ്സിൻ്റെ നമ്മൾ വീഡിയോ മാത്രമാണ് ചെയ്തിരുന്നത്. 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേർക്ക് പ്ലാന്റ്സുകൾ കിട്ടാത്തതിൻ്റെ വിഷമങ്ങളൊക്കെ അറിയിച്ചു. 150യുടെ പ്ലാന്റിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും തന്നെ കൊടുക്കാനായിട്ട് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കിട്ടാത്തവർ കുറേ പേര് എന്നെ സങ്കടം പറഞ്ഞു, ചീത്ത വിളിച്ചു. പിന്നെ അതിൽ എനിക്ക് വിഷമമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലാന്റുകൾ തരുമ്പോഴും അത് റേറ്റ് കുറച്ചൊക്കെ തരുമ്പോഴാണല്ലോ നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ വിഷമം പറയുന്നത്. വേറൊരു കാര്യത്തിനും അല്ലല്ലോ. അതുകൊണ്ട് ഞാനത് കാര്യമായിട്ട് എടുക്കണില്ല. പിന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ ഈ അഡീനിയം പ്ലാന്റ്സിൻ്റെ കേസിലാണ് മെയിനായിട്ടും ഇത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അഡ്രസ്സും കൂടെ അയക്കുക. എനിക്ക് അഡ്രസ്സ് കിട്ടാതെ നിങ്ങൾ ഏത് സ്ഥലത്താണ്, അപ്പോൾ കൊറിയർ ചാർജൊക്കെ ഒന്ന് ഇട്ട് തരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അഡ്രസ്സ് ചോദിക്കുന്നത്, വേറെ ഒരു കാര്യത്തിനുമല്ല. അപ്പോൾ അഡ്രസ്സ് നിങ്ങൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആദ്യം തന്നെ ഓർഡർ ചെയ്യുന്ന അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഡ്രസ്സും കൂടെ ഇടുക. അപ്പോൾ ഞാൻ ഉടനെ തന്നെ കൊറിയർ ചാർജ് സഹിതം ഉള്ള പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് തരും. ഇത് ഒത്തിരി സമയം ഞാൻ പിന്നെ അഡ്രസ്സ് ചോദിച്ചു, പിന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചു, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ലേറ്റ് ആവുന്നത്. അപ്പോൾ സമയം പിന്നെയും പോയിക്കൊണ്ടിരിക്കും. കൂടുതൽ മെസ്സേജുകൾ വന്നിരും. പിന്നെ ഞാൻ അപ്പോൾ തന്നെ വേറെ മെസ്സേജുകളൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടാതെ പോകുന്നത്. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒത്തിരി പേർക്ക് സങ്കടങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ഷമിക്കുക. നമുക്ക് കൂടുതൽ പ്ലാന്റ്സുകളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടല്ലോ. DTDC പ്രൊഫഷണൽ വഴിയാണ് പ്ലാന്റ്സിലേക്ക് ഒന്നിനും പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഈ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് തരുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കാര്യവും ഓർത്തിരിക്കുക. പ്ലാന്റ്സുകൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അറിയിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു. ഹായ്.